അസ്സലാമു അലൈക്കും. സുനിത വില്യംസിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒട്ടുമിക്ക ആൾക്കാരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വലിയൊരു പോസ്റ്റാണ്. സുനിത വില്യംസ് ഖുർആൻ വായിച്ചു, ഖുർആനിലെ ശാസ്ത്രം കണ്ട് ഞെട്ടിപ്പോയി. അതേപോലെ തന്നെ അവർ ബഹിരാകാശത്ത് ആയിരിക്കുന്ന സമയത്ത് എന്തോ ഉൽക്ക അവരുടെ ഇതിന് നേരെ വരുന്നത് പോലെ കണ്ടു, പിന്നെ ഒരു നക്ഷത്രം അതിനടുത്ത് എറിയുന്നത് പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പോസ്റ്റ്. അത് എല്ലാ ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും. കുടുംബ ഗ്രൂപ്പുകളിലും നാട്ടുകൂട്ടായ്മകളും എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഫേക്കാണെന്നുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ ശാസ്ത്രമൊന്നും പഠിപ്പിക്കുന്നില്ല. ഖുർആനിൽ ഒരു ശാസ്ത്രവും, സമുദ്രശാസ്ത്രമാവട്ടെ ഭ്രൂണശാസ്ത്രമാവട്ടെ, ഒരു ശാസ്ത്രവും ഖുർആനിൽ പഠിപ്പിക്കുന്നില്ല. ഖുർആന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദങ്ങൾ കൃത്യമാണ്. ഏത് ശാസ്ത്രീയ കണ്ടുപിടുത്തം വന്നാലും ഖുർആനിലൊരു അബദ്ധം കണ്ടെത്താൻ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഒരിക്കലും ഖുർആനിലൊരു സത്യം, ഖുർആനിലൊരു അബദ്ധം കണ്ടെത്താൻ കഴിയില്ല എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ. അല്ലാതെ ഖുർആനിൽ ശാസ്ത്രം ഉണ്ടെന്നോ ഖുർആൻ എല്ലാ ശാസ്ത്രവും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്ക് പിഴച്ചു, അയാൾ മണ്ടത്തരം പറഞ്ഞെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയതിനെക്കുറിച്ചും ഇതേ രൂപത്തിലൊരു ഒരു കേശവമാമൻ വാട്സപ്പ് മെസ്സേജ് പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ ചന്ദ്രനിൽ ഒരു നേർരേഖ, അതിൻ്റെ നടുക്കൊരു വര കണ്ടു. അത് അന്ന് അള്ളാഹു താല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മോചിതത്ത് കാണിച്ചു കൊടുത്തതിൻ്റെ ഭാഗമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തൊരു മോചിതത്താണത്. അത് എല്ലാ കാലത്തേക്കും ആ രേഖ അവിടെ ഉണ്ടായിരിക്കുന്നു. അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക് ഇത് സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് ഇസ്ലാമിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കേശവമാമ മെസ്സേജുകൾ ഇപ്പോൾ ആർത്തവത്തെ യുദ്ധ കാലഘട്ടത്തെക്കുറിച്ച് 4 മാസം യുദ്ധ കാലഘട്ടം, അല്ലെങ്കിൽ മറ്റൊരു കേസിൽ 3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻപത്തെ ഹസ്ബൻഡ്, തൊലാഖ് ചൊല്ലിയ കേസാണെങ്കിലും ഭർത്താവ് മരിച്ച കേസാണെങ്കിലും മുൻപത്തെ ഭർത്താവുമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ അവളുടെ രക്തം അശുദ്ധമായിട്ടുണ്ട്. അത് ആദ്യത്തെ മാസം 33%, പിന്നെ 66%, പിന്നെ 3-ാമത്തെ മാസം 100%. അങ്ങനെയാണത് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് ഏതോ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഖുർആനിൽ അതിൻ്റെ സത്യതയ്ക്ക് തെളിവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എന്താണ് സത്യത്തിൽ എന്താണ്? ആ പെണ്ണ് ഗർഭിണിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടതാണെങ്കിലോ അല്ലെങ്കിൽ തൊലാഖ് ചൊല്ലപ്പെട്ടതാണെങ്കിലോ അവളുടെ മനസ്സിൽ നിന്ന് അവളുടെ ഭർത്താവ് ഇറങ്ങിപ്പോകാൻ കുറച്ച് സമയം ഉണ്ടായിരിക്കും. അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ സ്ത്രീയുടെ ഗർഭം പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താൻ. ഇന്നിപ്പോൾ അതിന് വേറെ മെത്തേഡുകൾ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം അത് അതേപോലെ പിന്തുടരുക എന്നുള്ളത് നമുക്ക് കഴിയാം. അതിന് ഒരുപാട് കാര്യങ്ങൾ അതിന് വേറെ ഉണ്ട്. അതേപോലെ തന്നെ റാംസസ് രണ്ടാമൻ്റെ ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട്, അത് ഫിറൗൻ്റെ ജഡമാണ്, ഖുർആൻ്റെ സത്യതയ്ക്ക് തെളിവ് നോക്കുന്നു പറഞ്ഞിട്ട്. ഇത് ശരിക്കും എന്താ സംഭവം? ടോം DB320 എന്ന് പറഞ്ഞ ഒരു ശവക്കല്ലറയിൽ നിന്ന് കിട്ടിയ സാധനമാണിത്. 50ഓളം മമ്മികൾ കിട്ടിയതിൽ ഒരു സാധനം മാത്രമാണ് ഈ റാംസസ് രണ്ടാമൻ ഫിറൗനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രചരിപ്പിക്കുന്ന. സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ പല മുസ്ലിയാക്കന്മാരും പല മൗലവിമാരും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഫിറൗൻ്റെ ജഡമാണ്, ഫിറൗൻ്റെ സംഗതിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ യാതൊരു തെളിവും നമ്മളെ കയ്യിലില്ല. ഫിറൗൻ്റേതാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാധനത്തെ നമ്മൾ ഈ രൂപത്തിൽ പ്രചരിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക്, ഖുർആൻ്റെ സത്യതയ്ക്ക് ഈ രൂപത്തിലുള്ള ക്രെഡിബിൾ അല്ലാത്ത കാര്യം നമ്മൾ പ്രചരിപ്പിച്ചാൽ നമ്മൾ ഇസ്ലാമിൻ്റെ മൊത്തം ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുക. നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളുടെ ക്രെഡിബിലിറ്റി നമുക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ സുനിത വില്യംസിൻ്റെ ഇതിന് തന്നെ എന്തോ ഒരു ഇത് ഉൽക്ക വീഴുന്നത് പോലെ, ഇതൊരു എക്സ് മുസ്ലിമിൻ്റെ തലയിൽ ഉദിച്ചൊരു ആശയമാണത്. ശരിക്കും സൂറത്ത് മുൽക്കിലൊരു വചനമുണ്ട്, വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ. ഈ സംഭവം ഭൂമി ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ മസാബിഹുകൾ കൊണ്ട് അലങ്കരിച്ചു, പിന്നെ അതിനെ ഷൈത്താന് എറിയാനുള്ള സാധനമാക്കി എന്ന് പറയുന്ന ഒരു ആയത്താണ്. അപ്പോൾ സയ്യന്ന സമാഅ ദുനിയ എന്താന്ന് ഈ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ മസാബിഹ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരെ ഊഹിക്കുകയാണ്. അതേപോലെ തന്നെ റുജൂമൻ, എറിയൽ എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കും ഒരു മനുഷ്യനെ കല്ലെടുത്ത് എറിയുന്ന പോലെ ഈ പിശാചിനെ നക്ഷത്രം കൊണ്ട് എറിയാണെന്ന്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്താ ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല, പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ ആ വിഷയത്തെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക.